എനിക്കിപ്പോൾ പലപ്പോഴും അതാലോചിക്കുമ്പോണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ആണെങ്കിലും ആ പ്രതിസന്ധിൻ്റെ പിന്നിൽ പടച്ചോൻ്റെ ഒരു പ്ലാൻ ഉണ്ടാവും തോന്നും. അതിന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്നായി പറയാൻ തോന്നിയ ഒരു സംഗതി ഇതാണ്. ഞാൻ അന്തമാനിൽ തന്നെയുള്ള സമയത്താണ് ഒരിക്കൽ വന്നപ്പോൾ ഇങ്ങനെ എഴുത്തെല്ലാം ഭയങ്കര സജീവമായിട്ട് എൻ്റെ 2-3 പുസ്തകമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ആ സമയത്താണ് നിച്ചിൻ്റെ അന്നത്തെ ആളുകൾ KV മൂസല്ലമിയും ഡോക്ടർ K അബ്ദുറഹ്മാൻ സാഹിബും എന്നെ പ്രത്യേകം മുജാഹിദ് സെൻ്റർക്ക് വിളിപ്പിച്ചു. മുജാഹിദ് സെൻ്റർക്ക് വിളിച്ചിട്ട് ഞാൻ ചെന്ന സമയത്ത് അവർ പറഞ്ഞു, വളരെ അത്യാവശ്യമായി അക്ബർ ചെയ്യേണ്ട ഒരു പണിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിനെ സമഗ്രമായി പരിചയപ്പെടുത്തിയിട്ടൊരു പുസ്തകമാണ്, ഒരു അമുസ്ലിമിന് കൊടുക്കാൻ പറ്റുന്ന പുസ്തകം. അത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഇസ്ലാം എന്താണ് എന്ന് പൂർണ്ണമായി മനസ്സിലാവുകയും അത് ഇസ്ലാമിൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുകയും ചെയ്യാം. ഇസ്ലാമിനെ സമർത്ഥിക്കുമാണ്, എല്ലാ വശങ്ങളും പഠിക്കുമാണ്, എന്നാലൊരു പുസ്തകത്തിലുള്ളിലാകുമാണ്. അപ്പോൾ എനിക്കും ഭയങ്കര ആവേശമായി. കാരണം അങ്ങനത്തെ ഒരു പുസ്തകം എഴുതാൻ ഒരു അവസരം എനിക്ക് കിട്ടുക എന്നുള്ള അന്നത്തെ ഒരു സമയത്ത് അത്രയും ഒരു പ്രൊഡക്റ്റീവാണല്ലോ അത്. അങ്ങനെ ഞാൻ ആ പ്രാവശ്യം ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ വരുതിയിൽപ്പെട്ട അങ്ങനെ എനിക്ക് വേണം തോന്നുന്ന അത്തരം വിഷയങ്ങളുടെ എല്ലാ മലയാള പുസ്തകങ്ങളും ഇംഗ്ലീഷ് പുസ്തകങ്ങളെല്ലാം വാങ്ങി ഞാൻ അന്തമാനിലേക്ക് കപ്പലിന് കയറ്റി കൊണ്ടുപോയി. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് വായിച്ചു, അണ്ടർലൈൻ ചെയ്ത് വായിച്ച് പോയി. അതിൻ്റെ ശേഷം ഇവർ പറഞ്ഞ രൂപത്തിലായതുകൊണ്ട് തന്നെ എനിക്കൊരു സിനോപ്സിസ് ഉണ്ടാകണം തോന്നി. കാരണം മറ്റേതൊരു വിഷയം എഴുതുകയാണല്ലോ, ഒരു തൽക്കാലം അങ്ങനെ എഴുതി പോയാൽ മതി. ഇവർ പറഞ്ഞതനുസരിച്ച് എല്ലാം ആണല്ലോ. അപ്പോൾ ആദ്യം ഇസ്ലാമിനെ സമർത്ഥിക്കണം, ഇസ്ലാമിനെ എന്തിനൊക്കെ സമർത്ഥിക്കേണ്ടത്. അപ്പോൾ പിന്നെ അത് വന്നു. പിന്നെ പരലോകം സമർത്ഥിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമർത്ഥിക്കണം. പിന്നെ അങ്ങനെയായിട്ട് വന്നു. എന്നിട്ട് പിന്നെ ഇസ്ലാമിലെ കാര്യങ്ങൾ പറയണം. അത് ഇസ്ലാമിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ 6 ഈമാൻ കാര്യങ്ങൾ പറയണം, പിന്നെ ഇസ്ലാം കാര്യങ്ങൾ പറയണം. അതിൻ്റെ ശേഷം ഇസ്ലാമികമായ ജീവിതം എന്താണെന്നും പഠിപ്പിക്കണം. അപ്പോൾ വ്യക്തി ജീവിതം പഠിപ്പിക്കണം, സാമൂഹ്യ ജീവിതം പഠിപ്പിക്കണം, കുടുംബജീവിതം പഠിപ്പിക്കണം, രാഷ്ട്രീയ ജീവിതം പഠിപ്പിക്കണം. അപ്പോൾ ഇതിലെല്ലാം ഓരോ സിനോപ്സിസ് എല്ലാം ഉണ്ടാക്കി ഞാൻ എഴുതാൻ തുടങ്ങി. എൻ്റെ എഴുത്തിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒറ്റ എഴുത്താണ്, രണ്ടാമത്തെ ഒരു എഴുത്തില്ല. ഒരു എഴുത്ത് എഴുതി ആവശ്യമുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെട്ടിയാണ്ട് അവിടെ എഴുതാന്നല്ലാതെ അന്ന് എഴുത്ത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എഴുത്തങ്ങനെ എഴുതി കൊണ്ടുവന്നു. അപ്പം അന്ന് ഇവരിത് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ മുമ്പെല്ലാം വേറെല്ലാ സംഗതികളും എഴുതുമ്പോൾ അതിനനുസരിച്ച് ഷബാബിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ട് വെക്കും. ഇതിനു വേണ്ടി തന്നെ ആയതുകൊണ്ട് അങ്ങനൊന്നും കൊടുത്തൂല. ഇത് എഴുതി എല്ലാം ഫുള്ളായിട്ട് ഒരു സമയമെല്ലാം എടുത്ത് ഒരു കൊല്ലെങ്കിലും എടുത്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത്. എല്ലാ വിഷയങ്ങളും പഠിക്കാൻ പറ്റി. അങ്ങനെ എഴുതിയിട്ട് ഇതെല്ലാം കൂടി വൈൻഡ് ചെയ്ത് ഞാൻ പിന്നെ പിറ്റത്തെ പ്രാവശ്യം വന്നപ്പോൾ അന്നത്തെ നിച്ചിൻ്റെ ഡയറക്ടർ, അദ്ദേഹത്തിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ, KV മൂസല്ലമിനെ ഏൽപ്പിച്ചു. പിന്നെ അപ്പം പുരാന ഉഷാറായിട്ടുണ്ട്, ഇൻഷാ അല്ലാ നമുക്ക് ഉടനെ തന്നെ പുറത്തിറക്കണം എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ ഞാൻ പോയി. സ്വാഭാവികമായിട്ടും അത് ഇപ്പോൾ ഇറങ്ങല്ലോ എന്നുള്ള ആൾക്ക്. കുറേ കാലം കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം ഞാൻ വന്നപ്പോൾ KVനെ കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്തായി ആ പുസ്തകത്തിൻ്റെ ഒന്നും അറിഞ്ഞില്ല. കാരണം അന്ന് വേറെ കമ്മ്യൂണിക്കേഷൻസ് ഒന്നും മാർഗ്ഗമില്ലല്ലോ, ഫോണെല്ലാം വളരെ പരിമിതമല്ല. അപ്പോൾ പറഞ്ഞു, ഞാനും അത് തന്നെയാണ്, അതെവിടെ വെച്ചത് കാണാനില്ല, അത് നഷ്ടപ്പെട്ടു. അക്ബർ പറഞ്ഞ ഒന്നും കൂടി എഴുതിയാൽ മതി. അപ്പോൾ ഞാൻ ആകെ അങ്ങോട്ട് അന്നത്തെ ഒരവസ്ഥയിൽ ഞാൻ അത്രയും പ്രതീക്ഷ വെച്ചുകൊണ്ട് ചെയ്തൊരു സാധനം അതുകൊണ്ട് തന്നെ ശരിക്കാണ്ട് നിരാശപ്പെട്ടു. ഞാൻ മതി പരിപാടി എന്ന് വിചാരിച്ചു. അങ്ങനെ കപ്പലിൽ ഞാൻ തിരിച്ചു പോകണം. കപ്പലിലെ 2.5 ദിവസങ്ങളും എൻ്റെ മനസ്സിൽ മുഴുവനും അതായിരുന്നു, എന്തിനാണ് ഈ പരിപാടി, ഇതെല്ലാം ഏർപ്പാടിനെ നിർത്തുകയാണ് എന്നുള്ള രൂപത്തിലുള്ള ചിന്തകളല്ല, വളരെ ഒരുപാട് നെഗറ്റീവ് ചിന്തകളാണ്. 2.5 ദിവസം വേറെ പണിയൊന്നുമില്ല ചിന്തിക്കാനുള്ള. അപ്പോൾ വായിക്കാനും ഒരു മൂടുമില്ല, ഒന്നും വായിക്കാൻ മൂടില്ല ആ യാത്രയിലൊന്നും. അങ്ങനെ തിരിച്ചു വന്നപ്പോഴേക്ക് പിന്നെ എനിക്ക് ഒരു വാശിയായിട്ട് എൻ്റെ മനസ്സിൽ, തിരിച്ചു വരല്ല, തിരിച്ച് അന്തമാനിലെത്തിയപ്പോഴേക്ക് ഒരു വാശിയായിട്ട് എൻ്റെ മനസ്സിലുണ്ടായി. എന്താ വെച്ചാൽ അത് എഴുതണം, അത് ഇറക്കണം. അങ്ങനെ ഞാൻ 2ാം പ്രാവശ്യം ഇതേപോലെ എടുത്തു. അപ്പോൾ മുഴുവൻ ഈ പുസ്തകങ്ങൾ വീണ്ടും നോക്കണം, ഇതാക്കണം. അപ്പോൾ അണ്ടർലൈനെല്ലാം ചെയ്തുകൊണ്ട് തന്നെ സംഗതി മനസ്സിലുണ്ടാവുമെങ്കിൽ ഒന്നും കൂടി നോക്കണം, പഠിക്കണം. അങ്ങനെ 2ാം പ്രാവശ്യം എഴുതിയിട്ട് ഞാൻ നിച്ചിനും കൊടുത്തില്ല, KV മൂസല്ലമിനും കൊടുത്തില്ല. അന്ന് KNMൻ്റെ വിദ്യാഭ്യാസ പിന്നെ ഇത് പബ്ലിക്കേഷൻ വിഭാഗത്തിൻ്റെ ആൾ പറപ്പൂരാണ്. പറപ്പൂരിൻ്റെ അടുത്ത് കൊണ്ടുകൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ പുസ്തകമുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കി. മൂപ്പര് വായിച്ചു കണ്ട് എന്നോട് പറഞ്ഞു, നല്ല ബുക്കാണല്ലേ, നമുക്ക് പബ്ലിഷ്.
അങ്ങനെ KNM നട്ടു. അപ്പോൾ KNM അത് പബ്ലിഷ് ചെയ്തു. പിന്നെ അത് നിച്ച് ഓഫ് ട്രൂത്ത് തന്നെ പബ്ലിഷ് ചെയ്ത് ഇസ്ലാം സത്യമാർഗം. അപ്പോൾ ഞാനിപ്പോൾ പറയണത് എന്താണെന്ന് വെച്ചാൽ ആ 2 പ്രാവശ്യത്തെ റിവിഷൻ ഉണ്ടല്ലോ, എനിക്കുണ്ടാക്കിയൊരു സാധനം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമികമായ എല്ലാ വിഷയങ്ങളിലും അൽഹംദുലില്ലാഹ് ഒരു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡെപ്ത് കിട്ടി. ആ ഒരു സാധനമാണ് പൊതു സ്റ്റേജുകളിൽ കയറാനുള്ളൊരു കോൺഫിഡൻസ് എനിക്കത്. അപ്പോൾ അത് നമ്മളെ മനസ്സിൽ എനിക്കിപ്പോൾ പലപ്പോഴും അതാലോചിക്കുമ്പോണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ആണെങ്കിലും ആ പ്രതിസന്ധിൻ്റെ പിന്നിൽ പടച്ചോണ്ടൊരു പ്ലാൻ ഉണ്ടാവും തോന്നും. അതിന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്നായി പറയാൻ തോന്നിയ ഒരു സംഗതി ഇതാണ്. അപ്പോൾ അത് അൽഹംദുലില്ലാഹ് ശരിക്കും പറഞ്ഞാൽ അന്ന് KV ചെയ്തത് മോശമാണ് എന്ന് എനിക്ക് തോന്നിയെങ്കിലും, പക്ഷേ പിന്നീട് എൻ്റെ അനുഭവത്തിൽ KV അത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്ര ക്ലാരിറ്റി ഉണ്ടാവില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത്ര കോൺഫിഡൻസ് ഉണ്ടാവില്ലായിരുന്നു. ഉണ്ടല്ലോ, ഒരു കോൺഫിഡൻസ് വരികയാണല്ലോ എല്ലാ കാര്യങ്ങളിലും. അൽഹംദുലില്ലാഹ്.